ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വിഷയമായിട്ട് എന്നെ വീണ്ടും ദൈവം ഒരവസരം കൂടി തന്നിരിക്കുന്നു. സ്തോത്രം. അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. അതായത് ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ തകർച്ചയുടെ ഒരു ലക്ഷണമാണ്. അതേ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ദൈവത്തെ തന്നെ. അപ്പോൾ അത് ബൈബിളിലുണ്ടൊരു വചനം, 14 സങ്കീർത്തനത്തിലെ 1-ാം വാക്യം, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതുപോലെ 115-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യമുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെ, ഇപ്പോൾ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആൾക്കാർ വിശ്വാസികളെ നോക്കി, ലോകത്തെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ദൈവമില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു അങ്കിള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴത്തേന്, അപ്പോൾ പുള്ളിയുടെ മകൻ ആ ഒരു ലെവലിലുള്ള നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനും ബിസിനസ്സുകാരനൊക്കെയാണ്. അപ്പോൾ ആ പുള്ളി വിഷമത്തോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം, അവർക്ക് പിള്ളേർക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, ആലോചനയില്ല. അപ്പോൾ അവിടെ എനിക്ക് ഇന്നലെ കിട്ടിയൊരു ഇതാണ് ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ MDMA മയക്കുമരുന്നും അടിച്ചു നടക്കുന്ന ഈ തലമുറകൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിദ്യയാണ് ദൈവം ഇല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് അവർ പോയി. എന്ന് വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇന്നത്തെ തലമുറ AI തലമുറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ഇൻ്റലിജൻ്റ് അല്ല, ഒരു ആർട്ട് ഓഫ് ഇൻ്റലിജൻറ്റ്, അങ്ങനെയുള്ളൊരു തലമുറയുണ്ട് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു AI ബൈബിള് വരെ ഇറക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി MDMA കഞ്ചാവ് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ബൈബിള് വരെയും അവരിറക്കാൻ തയ്യാറായി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എലോൺ മസ്ക്. അതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് അറ്റത്തോളം, അല്ലെങ്കിൽ ഈ ഗാലക്സിയിൽ എവിടെയോ വേറെ സ്ഥലങ്ങളൊക്കെ മനുഷ്യനെ കൊണ്ടുപോയി പാർപ്പിക്കാനായിട്ട് സ്ഥലങ്ങൾ യേശു ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കാൻ പോകുന്നു, ഞാൻ വന്നതിന് ശേഷം നിങ്ങളെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ യേശു നമ്മൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ 3000 എന്നുള്ളൊരു സംഭവം ആകുന്നതിന് മുമ്പ്, കലണ്ടറുകൾ ആകുന്നതിന് മുമ്പ് ആ യേശു മടങ്ങി വരും. അപ്പോൾ അതൊക്കെ അറിയാവുന്ന നമ്മുടെ SA താൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പലരെയും ഉദ്ദേശിച്ച് പല കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായാണ് AI ബൈബിൾ വരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ബൈബിൾ, ഈ 14-ാം സങ്കീർത്തനത്തിലുള്ള ആ വാക്യം, അതായത് ദൈവം ഇല്ല എന്ന് മൂഢൻ, വിഡ്ഢിയായവൻ, അവൻ തൻ്റെ ഹൃദയത്തിലാണ് പറയുന്നത്. അത് ദൈവം ഇല്ല എന്നുള്ളത് ഒരു SA താനും ഒരു എലോൺ മസ്കിനും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യമാണ്. പിശാചിന് പോലും അറിയാം ദൈവം ഉണ്ട് എന്നുള്ളത്, അത് ഉറപ്പായിട്ടും അവനറിയാം. പക്ഷെ മറ്റുള്ളവർ അതിനെ പറയില്ല. അത് പറയാനുള്ള ധൈര്യം, ചങ്കൂറ്റമോ അവർക്കില്ല. പക്ഷേ യേശു എന്ന് പറഞ്ഞാൽ ജീവനോടെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയിട്ടുള്ളതാണ്. അപ്പോൾ യേശു ഇവിടെ ഒരു ദൈവം ഭൂമിയിൽ വന്ന് സ്വയം യാഗമായിട്ട് കഴിച്ച ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഗാലക്സിയിൽ എങ്ങും ഇല്ല. അതുപോലെ ദൈവം, അങ്ങനെ ഒരു ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു ആ മനുഷ്യന് വേണ്ടി കഴിക്കേണ്ടിയിരുന്ന ഒരു യാഗം സ്വയമായിട്ട് കഴിച്ചു. ആ ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ മനുഷ്യനായിരുന്നപ്പോൾ ആ മനുഷ്യൻ, ലേവ്യപുസ്തകം പറയുന്നു, ആ മനുഷ്യൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന ആ രക്തത്തിലാണ്. അങ്ങനെയെങ്കിൽ ആ രക്തം മുഴുവൻ ആ യേശു മറുവിലയായിട്ട് കൊടുത്തു. ആ രക്തം മുഴുവൻ ഇസ്രായേലിലുള്ള കാൽവറി ക്രൂസിൽ ഒഴുക്കി. അപ്പോൾ വചനം അവിടെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ അടിപ്പിണരുകളാണ്. അവൻ്റെ ആ അടിപ്പിണരുകളിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി രക്തത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിടുതലുകളുമുണ്ട്. നമ്മളത് ഏറ്റെടുത്താൽ മാത്രം മതി. നമുക്ക് വേണ്ടി ആ ദൈവം അവസാന തുള്ളി രക്തം വരെ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ ആ ദൈവം വീണ്ടും വരും.
അതേസമയം ഈ 3000 എന്ന് പറയുന്ന സംഭവം കലണ്ടറിൽ വരുന്നതിന് മുമ്പ് എന്തായാലും ഇനി ഒരു 10-75 വർഷത്തിനകം യേശു പറഞ്ഞിരിക്കുന്ന പോലെ ഒലിവുമല ചവിട്ടി ഇവിടെ വരും. അത് ഉറപ്പാണ്. ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ ഒത്തിരി പേര് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ എതിരായിട്ട് ഇങ്ങനെയുള്ള ഈ എസ്സേത്താനും കുറേ ആൾക്കാരും ഈ പിശാചിൻ്റെ വേറെ കുറേ മക്കളും ഇത് വിശ്വസിക്കുന്നുണ്ട്. അതായത് ദൈവം ഇല്ല എന്ന് മൂഢൻ ഹൃദയത്തിൽ പറയും. ഹൃദയത്തിലേ പറയുള്ളൂ, അവനല്ലാതെ പറയാനവൻ അറിയില്ല. ഇപ്പം എനിക്ക് പറയാനുള്ളത് ദൈവമുണ്ട്, യേശു എന്ന് പറയുന്ന ശക്തി ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരാഴ്ച മുമ്പ് ഞാൻ തളർന്നു പോയതാണ്. എൻ്റെ നാക്ക് വരെ തളർത്തി കളഞ്ഞതാണ്. പക്ഷെ ആ നാക്കുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് വരെ ഞാൻ 2021 ഉണ്ടായതുപോലെ ഒരു സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ ആ 2021 സ്ട്രോക്ക് വന്നപ്പോഴത്തേന് എന്നെ ഞങ്ങളുടെ ആ പാസ്റ്റർ അന്നുണ്ടാകുന്ന ചാക്കദാർ വെളുപ്പിന് 6 മണിക്ക് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ ഒരു ആൻറ്റി ഇവിടെ വണ്ടിയായിട്ട് വന്ന് എന്നെ കൊണ്ടുപോയി. അന്ന് രാവിലെ മുതൽ രാത്രി വരെ അമൃതയിലായിരുന്നു. അതുപോലത്തെ സംഭവമൊന്നും ഈ കഴിഞ്ഞ ബുധനാഴ്ച സെയിം അവസ്ഥ എനിക്കുണ്ടായി. പക്ഷേ എനിക്ക് അന്ന് ഞാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കാൻ വചനമാണ്, എന്നെ ശക്തനാക്കുന്ന ഒരു യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കിതൊന്നും വരാൻ പാടില്ല. അപ്പം ഞാനത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. ബൈബിളിലൊരു വാക്യമാണ്. അപ്പോൾ ഫിലിപ്പിയർ 4:12 തോന്നുന്നു, എന്നെ ശക്തനാക്കുന്ന യേശു. എനിക്ക് കഴിയാവുന്ന നേരം ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ശക്തിയായിട്ട് ഞാൻ വിശ്വസിച്ചു യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന്. 1 കൊരിന്ത്യർ 3:16 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ആണ് ഞാൻ വസിക്കുന്ന ആലയം. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനുണ്ട്. ഇന്ന് സ്വർഗത്തിലോ അല്ലെങ്കിൽ വേളാങ്കണ്ണി പള്ളിയിലോ മലയാറ്റൂരോ ഒന്നുമല്ല, യേശുവിൻ ദേവാലയത്തിലോ അല്ല, ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ വിശ്വാസം നിങ്ങൾക്ക് വരണം. അപ്പോൾ അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഞാനത് വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ആ വെളുപ്പിന് 2 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനത് വിളിച്ചു പറഞ്ഞു, യേശു എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് അനർത്ഥം ഭവിക്കുകയില്ല. അതൊരു കുറച്ച് നേരം പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ്. കാര്യം എനിക്ക് ഇടത്തെ കാലിന് ഒരു സ്വാധീനവും ഇല്ല, ഉണ്ടെന്ന് പോലും തോന്നിയില്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥനയിടയിൽ. എപ്പോഴും അത് വിശ്വാസം ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോൾ നമ്മുടെ തങ്കുവറിൻ്റെ ആദ്യകാലത്തെ ഒരു CD ഉണ്ട്. അതിൻ്റെ പേരിങ്ങനെ, നെവർ എവർ ഗിവ് അപ്പ്. എന്ത് വന്നാലും ശരി, നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പം ഞാൻ അതിൽ നമ്മൾ ഉറച്ചു നിന്നു. നെവർ എവർ ഗിവ് അപ്പ്. എന്ത് വന്നാലും കാലോ അയ്യോ നാക്കോ എന്ത് തന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ വെളുപ്പിന് 2 മണിക്ക് ഞങ്ങളൊരു പ്രാർത്ഥനയുള്ളതാണ്. അപ്പോൾ ആ 2 മണിക്ക് കൂട്ടായ്മയിൽ ഞങ്ങൾ ഇരിക്കുന്നതാണ്. ഞാനും പരിശുദ്ധാത്മാവും ഒക്കെ ആയിട്ട് കൂടിയിരിക്കുന്ന ആ സമയത്ത്. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു, കൂട്ടായ്മ കൂടി പരിശുദ്ധാത്മാവുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ പുതിയ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിച്ചു തരും കർത്താവ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്മാരോട് ഞാൻ പറയുന്നത് ദൈവം ഉണ്ട്. ദൈവം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എന്നെപ്പോലെ ഒരു പൊട്ടൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയാൻ ആ ഒരു ധൈര്യം വന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത് എനിക്കറിയാം. നമ്മൾ ഈ ഉള്ളിലോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു, സകല പരിപാടിയും തീർന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കഴിയുന്നവരെ ഞാൻ നിൽക്കും, ഇത് ഞാൻ പറഞ്ഞു തീർക്കും. അതാണ് എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഇത് ഈ ലോകത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. ഒരു AI ബൈബിൾ വരുന്നതിന് മുമ്പ് ഇത് നമ്മൾ ലോകത്തിലോട്ട് ഇത് മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മൾ ലോകത്തിനടുത്തോളം ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. ഞങ്ങളുടെ സഭയിലെ ഇടയനായിരിക്കും തങ്കുവർ എപ്പോഴും പറയുന്നത്, നമ്മൾ ലോകത്തിനടുത്തോളം ഈ ബൈബിൾ നമ്മൾ സാക്ഷ്യം പറയണം, സാക്ഷിയാകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഗോ ആൻഡ് സ്പെൽ, ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം. അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് തങ്കുവർ പറയുന്നതാണ് ഗോ ആൻഡ് സ്പെൽ, പോവുക പറയുക. അപ്പോൾ നമുക്കിത് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്, നമ്മളിത് പറയുക. അപ്പോൾ പഴയ അപ്പോസ്തലന്മാരെ മാത്രമല്ല, നമ്മളിത് ഏൽപ്പിച്ചിരിക്കുക, നമ്മളിത് പറയുക. നമുക്ക് കഴിയാവുന്ന പോലെ ഇത് പറയുക. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പറഞ്ഞു തീരാൻ ഈ ഫോൺ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇനി അതിനുള്ള ഫോണുകൾ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ സാക്ഷ്യങ്ങൾ എനിക്കുള്ളതാണ്. ഞാൻ വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കാനല്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയും, ആ 14-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ,
ദൈവം ഇല്ല എന്നുള്ളത് മൂഢൻ അവൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്. പക്ഷേ ദൈവം, യേശു ഉണ്ട്, ഒരു ദൈവമാണ്, മനുഷ്യപുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്ന ദൈവം. ആ ദൈവം ഇന്നും ഉയർത്തെഴുന്നേറ്റ് ഈ നമ്മുടെ സയൻസ് പറയുന്ന പോലെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെയൊക്കെ എതിർത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യേശുവാണ്. ആ യേശു ഈ അടുത്ത 3000 ആണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വരും, നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ആദിമ പിതാക്കന്മാരും മാതാപിതാക്കന്മാരും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ നല്ല ഏദൻ തോട്ടത്തിലേക്ക് അന്ന് അവരെ അവിടുന്ന് പുറത്താക്കി കെരൂബുകളെ കാവലാക്കി വെച്ച ആ ഏദൻ തോട്ടം നമുക്ക് വേണ്ടി കൊണ്ടുവരും, ഇവിടെ ഇറങ്ങി വരും. അതിപ്പോഴും എവിടെയോ സ്വർഗത്തിൽ എവിടെയോ ഉണ്ട്. അതുപോലെ തന്നെ കെരൂബുകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരു പൊടി പോലും കയറാതെ, ഒരു ജീവനുള്ള ഒരു പ്രാണി പോലും കയറാതെ ആ ദൈവം അവിടെ കെരൂബുകളെ ആക്കിയത് നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിവിടെ യേശു വരുമ്പോൾ ആ ഏദൻ തോട്ടം ഇവിടെ ഇറങ്ങി വരും. നമുക്കവിടെ ഒരു 1000 ആണ്ട് വാഴ്ച നമുക്കവിടെയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കാം, സന്തോഷത്തോടു കൂടിയായിരിക്കും, കൂട്ടായ്മ കൂടാം, നമ്മൾ യേശുവിനെ വാഴ്ത്തി പുകഴ്ത്താം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതാണ് നമുക്ക് യേശുവിന് സാക്ഷ്യം പറയാം. അതാണ് ഏറ്റവും വലിയ കാര്യം, നമുക്ക് പറയാമെന്നല്ല ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്മാരോട് നമ്മൾ പറയുന്നു, യേശു എന്ന് പറഞ്ഞ ദൈവം ഉണ്ട്. ആ ദൈവം ഈ ലോകത്തിൽ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്തൊരു മാറ്റമില്ല. ബൈബിൾ സത്യമാണ്. ഇനി അതിനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൈബിൾ എന്ന് പറയുന്ന സംഭവം ഇനി ഇറങ്ങാൻ അത് ദൈവം അനുവദിച്ചെങ്കിൽ അത് ഇറങ്ങുള്ളൂ. ഇപ്പോൾ താൻ എന്ന് പറഞ്ഞ പുള്ളിക്കും ആ സാത്താനും ഒരു കാര്യമുണ്ട്, അവന് ദൈവം അനുവദിച്ചെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ അവന് ചെയ്യാൻ പറ്റി, എൻ്റെ കണ്ണ് കളയാൻ പറ്റി. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കണ്ണുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് കഴിയാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബൈബിൾ മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആ ഹാർഡ് ഡിസ്കിൽ തന്നിരിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ അത് എനിക്കതുപോലെ തന്നിരിക്കുന്നത്. അത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ അവസാനത്തുള്ളി ശ്വാസം വരെ അത് പറയും. അതാണ് ഞാനിരിക്കുന്നത്, എൻ്റെ ആഗ്രഹം അത് തന്നെ. അപ്പോൾ ഇന്നത്തെ തലമുറയോട് ഞാൻ പറയുന്നു, ദൈവം ഉണ്ട്. യേശു എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ്, അത് ദൈവപുത്രനല്ല. അത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ തന്നെ ഒരു രൂപമാണ് യേശു എന്ന് പറയുന്നത്. ആ യേശു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ദൈവം തന്നെ കൊണ്ടുവന്ന ആ യാഗം ദൈവം തന്നെ അനുഷ്ഠിച്ചു. ദൈവത്തിൻ്റെ ആ രക്തം കൊടുത്ത് പിശാച് ചോദിച്ച്, യുവർ ബ്ലഡ്, നിൻ്റെ രക്തം വേണമോ? ആ രക്തം ഒരു ആട്ടുകൊറ്റൻ്റെയോ പ്രാവിൻ്റെയോ കഴുകൻ്റെയോ ഒരു മൃഗങ്ങളുടെയോ രക്തമല്ല, ദൈവത്തിൻ്റെ തന്നെ രക്തം അവിടെ കാൽവറിയിൽ ഒഴുക്കി നമ്മുടെ മുഴുവൻ പാപത്തിനും പരിഹാരമാക്കിയത്. ഇനി നമ്മളത് വിശ്വസിച്ചാൽ മതി. യഥാർത്ഥ സത്യം നമ്മൾ വിശ്വസിക്കണം. ഒരു ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ബലി കഴിച്ചു, സ്വയം ബലിയായി. ഇനിയൊരു ബലി ഇവിടെയായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ അവസാനത്തെ മൊഴി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് എറ്റലസ്തായി ഗ്രീക്കിൽ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൈവം ഇനിയും വരും. ഈ 3000 ആണ്ട് കലണ്ടറിലോട്ട് വരുന്നതിന് മുമ്പ് ആ യേശു ഇവിടെ വരും. നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക, യേശുവിനെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, പുകഴ്ത്തുക, വാഴ്ത്തുക, പാടുക, മറ്റുള്ളവരോട് പറയുക, ദൈവത്തെക്കുറിച്ച് അറിയുക, യേശുവിനെക്കുറിച്ച് പറയുക, സുവിശേഷം ഗോ ആൻഡ് സ്പെൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, സാക്ഷികൾ പറയുക. നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം ഇല്ല എന്ന് പറയുന്ന ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഉണ്ട് എന്നുള്ള ആ സത്യം, ആ വചനം അവരെ അറിയിക്കണം. അതിനുവേണ്ടി നമ്മൾ പാടുപെടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്, അയ്യിലോട്ട് പോകാൻ ഇടവരുത്തരുത്. ഇനിയൊരു ബൈബിൾ വേണ്ട. നമ്മുടെ ഈ വിശുദ്ധ സത്യവേദപുസ്തകത്തിലെല്ലാം ഉണ്ട്, അത് സത്യവേദപുസ്തകമാണ്. അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ ഗോ ആൻഡ് സ്പെൽ, നമ്മൾ ഈ ഗോസ്പൽ നമ്മൾ പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതല്ല വേറെ വല്ല പുണ്യാഹ പ്രവൃത്തിയൊന്നുമില്ല. ഗോസ്പെൽ പോവുക, പറയുക, ദൈവത്തെക്കുറിച്ച് പറയുക. ഇന്നിരിക്കുന്ന ഏതൊരാളോടും ധൈര്യമായിട്ട് പറയുക, ദൈവം ഉണ്ട് എന്ന് നമ്മൾ ധൈര്യം. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ഒച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, സ്തോത്രം, എൻ്റെ യേശു ജീവനോടെ ഇരിക്കുന്നു.
ആ യേശു വീണ്ടും മടങ്ങി വരും. സ്തോത്രം. ഞാനിത് ലോകം മുഴുവൻ അത് വിളിച്ചു പറയും. അപ്പോസ്തല പ്രവൃത്തി 1:8 ആ ഒരു വചനം നമ്മൾ ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ നിറഞ്ഞ് നമ്മൾ ലോകത്തിനടുത്തോളം പോയി യേശുവിൻ്റെ സാക്ഷികളാകണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വന്നാൽ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്തുകൊണ്ട് പോകാം, അത്ഭുതമാക്കാം. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവർക്കെല്ലാം ദൈവം ഒരു ഉത്തരം കൊടുക്കും. ഒരു കണ്ണ് കാണാത്ത ഞാൻ ഇത്രയും വചനം പറയുമ്പോൾ ഈ കണ്ണും കയ്യും കാലും ഒക്കെ അനക്കാൻ കഴിയാവുന്ന നിങ്ങൾക്ക് എന്തെല്ലാം പറയാം. ഇതെല്ലാവരും ചെയ്യുക. സ്തോത്രം. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിനും കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ കണ്ണില്ലാത്ത അവസ്ഥയിലും ചെയ്യാൻ ദൈവം അതുപോലെ ചെറിയ സാധനങ്ങളെ വരെ ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് ഒരു പുഴുവിനെ ഉപയോഗിച്ചു, തിമിംഗലത്തെ ഉപയോഗിച്ചു, ഒരു കോഴിയെ ഉപയോഗിച്ചു, ഒരു കഴുതയെ ഉപയോഗിച്ചു. അത് ഓരോ കഴുതയാണ് ഞാനും. അപ്പോൾ എന്നെ ദൈവം ഉപയോഗിക്കും എന്നുള്ള പ്രത്യാശയോട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്തൊരു കാര്യമായിട്ട് നമുക്ക് വരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അത്ഭുതമാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.